ഹലോ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മിക്ക ആൾക്കാരുടെയും ഒരു പ്രശ്നമാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കാല് തിരുമുക, കാല് കടയ്ക്കൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുഴമ്പിട്ട് തിരുമുക, അല്ലെങ്കിൽ ബാം ഇടുക. ഇതൊക്കെ മിക്ക വീട്ടിലും വൈകുന്നേരം ആകുമ്പോൾ നടക്കുന്ന ഒരു സ്ഥിരം കലാപരിപാടിയാണ്. ഈ കലാപരിപാടികൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും നമ്മളെ വിളിച്ചിട്ട്, ഇപ്പോൾ എൻ്റെ മിക്ക ക്ലയൻസും അവരവരുടെ പരാതികൾ പറയാനുള്ളത് വെച്ചാൽ ഒരു ലൈക്ക് ഒരു 45+ ആയിട്ടുള്ള ആൾക്കാരെല്ലാം നമ്മളോട് വിളിച്ച് സംസാരിക്കുമ്പം അവർ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കാല് നിലത്തോട്ട് വെക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ രാവിലെ ആകുമ്പം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കാലിന് നീര്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാലിന് ചുറ്റും ഈ പറഞ്ഞ പോലെ ലൈക്ക് സ്വെല്ലിങ് കാണിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരിക്കോസ് ആണ്. നമുക്ക് പുറമേ കാണുന്ന വെരിക്കോസ് അല്ലെങ്കിൽ ഇന്റേണൽ എക്സ്റ്റേണൽ വെരിക്കോസ്, രണ്ട് ടൈപ്പ് വെരിക്കോസ് ഉണ്ട്. നമ്മളെല്ലാവരും കാണുന്ന എക്സ്റ്റേണൽ വെരിക്കോസ് മാത്രമാണ് അല്ലേ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ് കളർ വ്യത്യാസം, അല്ലെങ്കിൽ നീലിച്ച് വരിക, അല്ലെങ്കിൽ തടിച്ച് വരിക, അല്ലെങ്കിൽ ചൊറിച്ചിൽ വരിക, കുറഞ്ഞ് പൊട്ടുക, ഇതാണ് എൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. പക്ഷേ എക്സ്റ്റേണൽ വെരിക്കോസ് എന്ന് പറയുമ്പം അത് ഇന്റേണലായിട്ട് അവിടെ ഇൻഫ്ലമേഷൻ വരികയും വെയിൻ തടിക്കുകയും, ഇത് ആരും അറിയുന്നില്ല. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ മാത്രമായിരിക്കും ഇതെല്ലാവരും തിരിച്ചറിയുന്നത്. പക്ഷേ അതിന് വേറെ എല്ലാവരും ഈ പറഞ്ഞ പോലെ സ്ഥിരം കലാപരിപാടികളായിട്ടുള്ള മുറിവെണ്ണ ഇടുക, അല്ലെങ്കിൽ ഓയിൽമെൻറ്റ് ഇടുക, ഇത് ഇങ്ങനെ തിരുമുക വൈകിട്ട്, ഇത് തന്നെ സ്ഥിരം പരിപാടിയാക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് വെരിക്കോസ് വരുന്നത്? നമ്മളുടെ കാഫ് മസിൽസ് വീക്കാകുകയും നമ്മളുടെ കാലിൻ്റെ മസിൽസ് അതിന് ശേഷി കുറയുകയും ചെയ്യുമ്പോഴാണ് വെരിക്കോസ് എന്ന് പറയുന്ന പ്രശ്നം വരുന്നത്. വളരെ ചുരുക്കം ചില ആൾക്കാരിൽ മാത്രമാണ് പാരമ്പര്യമായിട്ട് വെരിക്കോസ് വരുന്നത്. ബാക്കി മെജോറിറ്റി ആൾക്കാർക്കും അവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് വെരിക്കോസ് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.